Hi students, a very old man with enormous wings എന്ന ചാപ്റ്ററിലെ റിമൈനിങ് ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. Activity 1. Go through the story again and list the physical and other traits of the old man and of Pelayo and Elisenda. സ്റ്റോറി ഒന്നുകൂടെ വായിച്ചിട്ട് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഫിസിക്കൽ ട്രൈറ്റ്സ് അതുപോലെ ബാക്കിയുള്ള ട്രൈറ്റ്സിനെയൊക്കെ ലിസ്റ്റ് ചെയ്യാനാണ്. ഫസ്റ്റ് ഫിസിക്കൽ ട്രൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓൾഡ് മാൻ, ഓൾഡ് ആൻഡ് ഫ്രയൽ, ദെൻ എനോമസ് വിങ്സ്. ഇനി ഡേർട്ടി അപ്പിയറൻസ് എന്ന് കൊടുക്കാം. ആൾ ആ ഒരു റെയിനിൽ ആകെ മണ്ണൊക്കെ ആയി ഡേർട്ടി ആയിരുന്നു. ദെൻ വീക്ക് ബോഡി. പെലായോയിലേക്ക് വരികയാണെങ്കിൽ യങ്, ഹാർഡ് വർക്കിംഗ്, സിമ്പിൾ ക്ലോത്ത്സ് ആൻഡ് ഹീ ഈസ് ടയേർഡ് ഫ്രം വർക്ക്. ഹീ ഈസ് കമ്മിങ് ആഫ്റ്റർ ഹിസ് വർക്ക്. എലിസൻഡ, യങ്, well groomed, fine clothes and she is a housewife. ഇനി പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ദ ഓൾഡ് മാൻ ഇസ് മിസ്റ്റീരിയസ്, പേഷ്യൻറ്റ്, എൻഡ്യൂറിങ്, ക്വയറ്റ് ആൻഡ് പാസീവ്. പെലായോ ഈസ് പ്രാക്ടിക്കൽ, റെസ്പോൺസിബിൾ, ഒബീഡിയൻറ്റ് ആൻഡ് ലവിങ്. Then coming to Elisenda, she is a loving mother, she is proud, materialistic and frustrated. Significance in the story. Significance of the old man നോക്കുകയാണെങ്കിൽ represent the weak and vulnerable of the society and he is a symbol of mystery. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്രിയേറ്റർ ആയിരുന്നു ആൾ. People are exploiting him just like a circus animal. Subject of exploitation. Then coming to Pelayo, he represents ordinary people, symbol of moral conflict, follows a crowd's decision. Then Elisenda, material instinct, represents societal indifference and she is a symbol of modernity. ഇത്രയാണ് സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റോറി ആയിട്ട് ടേബിളിൽ കൊടുക്കാൻ പറ്റുക. Now with the information you have gathered, write a brief character sketches of old man, Pelayo and Elisenda. ഇപ്പോൾ എബവ് ക്രിയേറ്റ് ചെയ്ത ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ സ്റ്റോറിയിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ മൂന്ന് ക്യാരക്ടേഴ്സിൻ്റെയും ഒരു സിമ്പിളായിട്ടുള്ള ബ്രീഫായിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യാനാണ്. ഫസ്റ്റ് ഓൾഡ് മാൻ്റെ നോക്കാം. ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ഇസ് എ മിസ്റ്റീരിയസ് ആൻഡ് അതർ വേൾഡ്ലി ക്യാരക്ടർ. അപ്പോൾ അദ്ദേഹം എങ്ങനെയായിരുന്നു? ഒരു എനോമസ് വിങ്സ് ഉണ്ടായിരുന്നു, ആൾ മിസ്റ്റീരിയസ് ആയിരുന്നു, അതുപോലെ തന്നെ അതർ വേൾഡ്ലി ആയിരുന്നു, എർത്തലി ആയിട്ടുള്ളൊരു ക്യാരക്ടർ അല്ലായിരുന്നു. ഹീ ഫാൾസ് ഫ്രം ദ സ്കൈ ആൻഡ് ലാൻഡ്സ് ഇൻ പെലായോസ് കോർട്ട്യാർഡ്. എങ്ങനെയാണ് സ്കൈയിൽ നിന്ന് ആ ഒരു പെലായോയുടെ മുറ്റത്തേക്ക് വന്ന് വീഴുന്ന പോലെയായിരുന്നു ആളുടെ ഒരു എൻട്രി. ഡെസ്പൈറ്റ് ഹിസ് സൂപ്പർ നാച്ചുറൽ അപ്പിയറൻസ് ഹീ ഈസ് ട്രീറ്റഡ് പോർലി ബൈ ദ പീപ്പിൾ അറൗണ്ട് ഹിം. ആൾ ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേറ്റർ ആണെങ്കിൽ പോലും, ഒരു വിങ്സൊക്കെയുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ക്രിയേറ്റർ ആണെങ്കിൽ പോലും ആ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയായിരുന്നു ആളെ പോറായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഹീ റിമൈൻസ് ക്വയറ്റ്, പേഷ്യൻറ്റ് ആൻഡ് എൻഡ്യൂറിങ് ത്രൂ ഔട്ട് ഹിസ് സഫറിങ്. ഒരുപാട് സഫർ ചെയ്തെങ്കിലും ആളെങ്ങനെയായിരുന്നു? ക്വയറ്റ്, സൈലൻ്റ് ആയിരുന്നു, പേഷ്യൻ്റ് ആയിരുന്നു, അതുപോലെ തന്നെ എൻഡ്യൂറിങ് ആയിരുന്നു, എല്ലാം സഹിച്ചിട്ടായിരുന്നു ആൾ നിന്നത്. The old man speaks a strange dialect, so he can't explain himself to the people. ആളുടെ ലാംഗ്വേജ് എങ്ങനെയായിരുന്നു? ഒരു സ്ട്രേഞ്ച് ഡയലക്റ്റ് ആയിരുന്നു, അവിടെ ഉള്ള ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുടെ ഫീലിങ്സ് എന്താണ്, ആളുടെ ആ ഒരു വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ആളുകളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഹീ ഈസ് ട്രീറ്റഡ് ലൈക്ക് എ സർക്കസ് ആനിമൽ. ഒരു സർക്കസിലുള്ള ആനിമലിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് ആളുകൾ ആളെ ട്രീറ്റ് ചെയ്തത്. സിംബോളിക്കലി ഹീ റെപ്രസെൻറ്റ്സ് ദ വൾനറബിൾ ആൻഡ് മാർജിനലൈസ്ഡ് ഇൻ ദ സൊസൈറ്റി, ദോസ് ഹു ആർ mistreated and exploited despite their potential significance. അപ്പോൾ ആൾ ഈ ഒരു സൊസൈറ്റിയിൽ വൾനറബിൾ ആയിട്ടുള്ള, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഈ ഒരു ഓൾഡ് മാനെ അല്ലെങ്കിൽ ആ ഒരു ഏഞ്ചലിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ പെലായോയുടെ ക്യാരക്ടർ സ്കെച്ച് നോക്കുകയാണെങ്കിൽ Pelayo is a kind and simple man who lives in a small town with his wife, Elisenda and child. അപ്പോൾ ആളൊരു സിമ്പിളായിട്ടുള്ള ഒരാളാണ്. ആ ഒരു ടൗണിൽ തൻ്റെ വൈഫും ചൈൽഡും ഒത്ത് ആൾ ജീവിക്കുന്നു. ഹീ ഈസ് എ ഹംബിൾ ആൻഡ് ഹാർഡ് വർക്കിംഗ് ഇൻഡിവിജ്വൽ ഹു ഈസ് കണ്ടൻറ്റ് വിത്ത് ഹിസ് സിമ്പിൾ ലൈഫ്. അതുവരെ ഉണ്ടായിരുന്ന ആളുടെ ലൈഫിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിച്ചു പോയിരുന്ന ഒരാളാണ്. ഹീ ഈസ് പ്രാക്ടിക്കൽ ആൻഡ് റെസ്പോൺസിബിൾ, കെയറിങ് ഫോർ ഹിസ് ഫാമിലി ആൻഡ് മേക്കിംഗ് ബെറ്റർ ഡിസിഷൻസ്. തൻ്റെ ഫാമിലിക്ക് വേണ്ടി വർക്ക് ചെയ്ത് റെസ്പോൺസിബിളായി ഫാമിലീനെ കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫാമിലി മാനായിട്ടാണ് അദ്ദേഹം ആ ഒരു സ്റ്റോറിയിൽ തുടക്കത്തിൽ വരുന്നത്. When he finds the old man in his courtyard, he is surprised and curious. അപ്പോൾ
തുടക്കത്തിൽ ആ ഒരു ഓൾഡ് മാനെ കണ്ടപ്പോൾ ആളെന്തായിരുന്നു, ക്യൂരിയസും അതുപോലെ തന്നെ സർപ്രൈസ്ഡും ആയിരുന്നു. ഈവൻ ദോ ഹി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ഓൾഡ് മാൻ, ഹി ആൾസോ ഷോസ് കമ്പാഷൻ ആൻഡ് കൈൻഡ്നെസ്. ആ ഒരു ഓൾഡ് മാനെ ആൾ എക്സ്പ്ലോയിറ്റ് ചെയ്തെങ്കിൽ പോലും ആ കൂട്ടത്തിൽ മറ്റ് ക്യാരക്ടേഴ്സിനെ അപേക്ഷിച്ച് കുറച്ചൊരു കമ്പാഷനും ആ ഒരു ഓൾഡ് മാനോട് കുറച്ചൊക്കെ കൈൻഡ്നെസ് കാണിച്ചിരുന്നത് പെലായോ മാത്രമായിരുന്നു. ഹി റെപ്രസെൻറ്റ്സ് ആൻ ആവറേജ് പേഴ്സൺ ഹു ഇസ് കോട്ട് ബിറ്റ്വീൻ മൊറാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാളെ റെപ്രസെൻ്റ് ചെയ്തു. എങ്ങനെയാണ്? ഹിസ് കോട്ട് ബിറ്റ്വീൻ മൊറാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക വേണം, അതുപോലെ തന്നെ ആളെന്താണ് മോറലി, ഈ ഒരു ഓൾഡ് മാനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ മോറലി ആൾ അതിൻ്റേതായ വിഷമങ്ങളും കാണിക്കുന്നുണ്ട്. Then Elisenda is Pelayo's wife and mother to his child, who is very practical and clever. വളരെ പ്രാക്ടിക്കലും അതുപോലെ തന്നെ ക്ലെവറും ആയിട്ടുള്ള ക്യാരക്ടറാണ്. പെലായോയുടെ വൈഫാണ്. She is increasingly focused on the material benefits the old man brings. ആ ഒരു ഓൾഡ് മാനെ കൊണ്ട് എന്ത് മെറ്റീരിയൽ ബെനിഫിറ്റ്, എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് എലിസെൻഡ. As the story progresses, she grows wealthier and more comfortable, yet becomes frustrated with the old man's presence. സ്റ്റോറി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്, ആൾ കുറച്ച് വെൽത്തി ആയിട്ടുണ്ട്, ആളുടെ ഡ്രസ്സിങ് സ്റ്റൈല് എല്ലാം മാറ്റുന്നുണ്ട്. പക്ഷേ എങ്കിലും ആളെന്താണ്, ആ ഒരു ഓൾഡ് മാൻ്റെ പ്രസൻസിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. Her character serves as a commentary on the social and economic conditions of the time. ആ ഒരു കാലഘട്ടത്തിലുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസിനെ വെളിവാക്കുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടർ കൂടിയാണ്. അതായത് ആളുകൾ പെട്ടെന്ന് വെൽത്തിയർ ആവണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി, ആളുകളുടെ ആ ഒരു മെൻറ്റാലിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഹെർ ആക്ഷൻസ് റേസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് മൊറാലിറ്റി, കമ്പാഷൻ ആൻഡ് ഹ്യൂമൻ നേച്ചർ. അവളുടെ ആക്ഷൻ എന്താണ്? മൊറാലിറ്റി, ഹ്യൂമൻ നേച്ചർ, കമ്പാഷൻ, ഇതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒന്നുകൂടിയാണ്. Moving to second activity, the news of the sudden appearance of the very old man with enormous wings spread rapidly in the neighborhood. അപ്പോൾ ആ ഒരു ഓൾഡ് മാൻ്റെ പ്രസൻസ് എല്ലായിടത്തും സ്പ്രെഡ് ആവുകയാണ്. One of the local residents come across a notice advertising the opportunity to see the angel for 5 cents. ആ ഒരു 5 cents കൊടുത്താൽ ഏഞ്ചലിനെ കാണാം എന്നൊരു നോട്ടീസ്, ആ പിക്ചറിൽ കാണുന്ന നോട്ടീസ് വൺ ഓഫ് ദ റെസിഡൻസ്, അവിടെയുള്ള ഒരാൾ കാണുകയാണ്. He is deeply saddened by the treatment of the elderly man and he decided to write a letter to the editor expressing his concern. Let's go through the letter. അപ്പോൾ ഈ ഒരു ഓൾഡ് മാനെ ആളുകൾ മിസ്ട്രീറ്റ് ചെയ്തതിനെക്കുറിച്ച് ആൾക്ക് വളരെയധികം സങ്കടം തോന്നുകയും ഇതിനെക്കുറിച്ച് എഡിറ്റർക്ക് ആളൊരു ലെറ്റർ എഴുതി. ഈ ലെറ്റർ താഴെ കൊടുത്തിട്ടുണ്ട്. The editor, name of the newspaper, place of publication. Sir, I am writing to express my deep concern over the harsh treatment of the very old man with enormous wings who was recently discovered in our neighborhood. അപ്പോൾ ഈ ഒരു കത്തെഴുതുന്നതിൻ്റെ ഉദ്ദേശം അദ്ദേഹം ആദ്യം പറയുകയാണെന്നാണ്, ആ ഒരു വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ആയിട്ടുള്ള ആളെ ഹാർഷായിട്ട് ആളുകൾ ട്രീറ്റ് ചെയ്യുന്നു. The mysterious elderly man is locked up in the chicken coop and subjected to ridicule and harassment. അപ്പോൾ ആളെന്താണ്, ചിക്കൻ കൂപ്പിൽ അടച്ചിട്ടിട്ട് ആളെ റെഡിക്യൂൾ ചെയ്യും, ഹറാസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഹീസ് ബീങ് എക്സ്പ്ലോയിറ്റഡ് ഫോർ ഫൈനാൻഷ്യൽ ഗെയിൻ. പൈസയ്ക്ക് വേണ്ടിയിട്ട് ആളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് എ ഷെയിംഫുൾ റിഫ്ലക്ഷൻ ഓൺ ദി ക്യാരക്ടർ ഓഫ് അവർ സൊസൈറ്റി. അവർ ലാക്ക് ഓഫ് കമ്പാഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ ദി ഡിഗ്നിറ്റി ഓഫ് അതേഴ്സ് ഈസ് ഡിപ്ലോറബിൾ. അപ്പോൾ ഈ ഒരു നമ്മുടെ സൊസൈറ്റിയിലുള്ള ആളുകളുടെ ലാക്ക് ഓഫ് കമ്പാഷൻ ആൻഡ് റെസ്പെക്റ്റ് ഒക്കെയാണ് ഈ ഒരു ആക്ട് കാണിക്കുന്നത്. വളരെ ഷെയിംഫുൾ ആയിട്ടുള്ളൊരു ആക്റ്റാണിത് എന്നാണ് പറയുന്നത്. As a community, we should be ashamed of our actions. We claim to be caring and compassionate, but our treatment of this vulnerable individual tells a different story. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയ്ക്ക് നമ്മളെന്താണ്, നമ്മളുടെ ഈ ഒരു ആക്ഷൻ വളരെ ഷെയിമോടുകൂടിയാണ് കാണേണ്ടത്. നമ്മളെപ്പോഴും കെയറിങ് ആണ്, കമ്പാഷനേറ്റ് ആണ് എന്നൊക്കെ നമ്മൾ ക്ലെയിം ചെയ്യും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരാൾ വന്നപ്പോൾ ആളെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദ്യം ചെയ്യാണ്. May I request you to cover this story in the page of your esteemed newspaper. This would impel the leaders of the community to ensure the old man's safety and well-being. അപ്പോൾ നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ന്യൂസ് കൊടുക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ലീഡേഴ്സും അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ ഒരു മാൻ്റെ സേഫ്റ്റി ആൻഡ് വെൽബീയിങ്ങിന് വേണ്ടി പ്രവർത്തിക്കും. We must provide him with the care and respect he deserves. ആൾക്ക് ഡിസേർവ് ചെയ്യുന്ന കെയറും റെസ്പെക്റ്റും നമ്മൾ നൽകേണ്ടതുണ്ട്. ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ ഒരു ന്യൂസ് നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ കൊടുക്കണം എന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുകയാണ്. സിൻസിയർലി, സിഗ്നേച്ചർ ആൻഡ് നെയിം.
The editor of the newspaper sends a reporter to investigate and report the incidents. Prepare the likely newspaper report. അപ്പോൾ ഈ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഡിറ്റർ ഈ ഒരു വാർത്തയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു റിപ്പോർട്ടറെ പറഞ്ഞയക്കുകയും അതിൻ്റെ ഫലമായിട്ട് ആ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് റിപ്പോർട്ട് വരികയാണ്. ആ ഒരു ന്യൂസ് റിപ്പോർട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ആയിട്ടൊരു ഹെഡിങ് കൊടുക്കാം, ഏഞ്ചൽ ഇൻ ചെയിൻസ്. ദെൻ പ്ലേസ്, ഡേറ്റ്. A shocking case of exploitation and neglect has come to light in our community, where a mysterious old man with enormous wings has been subjected to harsh treatment and ridicule. അപ്പോൾ ഈ ഒരു സൊസൈറ്റിയിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ്റെ കേസ് വന്നിട്ടുണ്ട് എന്നാണ്. വേർ എ മിസ്റ്റീരിയസ് ഓൾഡ് മാൻ ഇസ് സബ്ജക്റ്റഡ് ടു ഹാർഷ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റെഡിക്യൂൾ. According to an eyewitness, the old man, who appears to be an angel, has been locked up in a chicken coop in a local resident's courtyard and forced to endure the cruelties of the curious visitors. അപ്പോൾ ഒരു ഐ വിറ്റ്നസ് പറഞ്ഞത് പ്രകാരം ഇങ്ങനെയാണ്, ഈ ഒരു ഓൾഡ് മാനെ ചിക്കൻ കൂപ്പിൽ അടച്ചിട്ട് ആളുകളുടെ ക്രൂവൽറ്റിക്കൊക്കെ ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. The resident, identified as Pelayo, has been charging people to see the old man exploiting his unusual conditions ഫോർ ഫൈനാൻഷ്യൽ ഗെയിൻ. അപ്പോൾ ആ ഒരു റെസിഡൻറ്റ് പെലായോ എന്ന ആൾ തൻ്റെ വീട്ടിൽ ഈ ഒരു ഓൾഡ് മാനെ ലോക്ക് ചെയ്ത് ആളുകളിൽ നിന്ന് പൈസ ചാർജ് ചെയ്തുകൊണ്ട് ഇവരെ ഫൈനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ട് ഈ ഒരു ഓൾഡ് മാനെ യൂസ് ചെയ്യുകയാണ്. The treatment of the old man has sparkled widespread outrage and condemnation, with many calling for immediate actions to ensure his safety and well-being. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഒരുപാട് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഔട്ട്റേജസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. This is a shameful reflection on our community, said a local resident who wished to remain anonymous. അപ്പോൾ ലോക്കലായിട്ടുള്ള ഒരാൾ പറഞ്ഞ ഡയലോഗ് എന്നുള്ള രീതിയിൽ അവിടെ ഒരു ഡയലോഗ് കൊടുക്കാം. This is a shameful reflection on our community. We claim to be caring and compassionate, but our treatment of this vulnerable individual tells a different story. ഇത് ആ ഒരു ലെറ്റർ ടു എഡിറ്ററിൽ നിന്ന് എടുത്ത ഒരു സെൻറ്റൻസ് ആണ്. ഇതുപോലെ കൊട്ടേഷൻ പോലെ നമുക്ക് കൊടുക്കാം, ഈ ഒരു റെസിഡൻറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. The old man's condition has raised questions about the values and morals of our society and whether we prioritize profit over people. ഈ ഒരു ഓൾഡ് മാൻ്റെ കണ്ടീഷൻ എന്താണ്, നമ്മളുടെ സൊസൈറ്റിയിലുള്ള മോറൽ വാല്യൂസിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അതുപോലെ തന്നെ വെദർ വി പ്രയോറിറ്റൈസ് പ്രോഫിറ്റ് ഓവർ പീപ്പിൾ, ആളുകളുടെ മുകളിൽ നമ്മൾ ലാഭം അല്ലെങ്കിൽ മണി മേക്കിങ്ങിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഇൻസിഡൻറ്റ് ഉയർത്തുന്നു. Then activity 3, with the arrival of the very old man with enormous wings, Pelayo's life changes. He notes his concern in his diary. Write the likely diary entry. ഈ ഒരു ഓൾഡ് മാൻ്റെ എൻട്രിക്ക് ശേഷം പെലായോയുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് നടക്കുകയാണ്. ഈ ഒരു ചേഞ്ചസ് ഒക്കെ അദ്ദേഹം തന്നെ ഡയറിയിൽ നോട്ട് ചെയ്യണം. ആ ഒരു ലൈക്ലി ഡയറി പ്രിപ്പയർ ചെയ്യാനാണ്. ഒരു ഡേറ്റ് ആൻഡ് ഡേ കൊടുക്കാം. ടുഡേ സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഹാപ്പൻഡ് എന്നതാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ഫെൽ ഫ്രം ദ സ്കൈ ആൻഡ് ലാൻഡഡ് ഇൻ അവർ കോർട്ട്യാർഡ്. അപ്പോൾ ഒരു എനോമസ് വിങ്സ് ഒക്കെയുള്ള ഒരു ഓൾഡ് മാൻ ആ ഒരു ആകാശത്തിൽ നിന്ന് താഴേക്ക് ഞങ്ങളുടെ കോർട്ട്യാർഡിൽ വന്ന് വീഴുകയാണ്. അറ്റ് ഫസ്റ്റ് ഐ വാസ് ഷോക്ക്ഡ് ആൻഡ് എ ബിറ്റ് ഫ്രൈറ്റൻഡ്. തുടക്കത്തിൽ എനിക്ക് കുറച്ച് ഷോക്കായി, അതുപോലെ തന്നെ കുറച്ച് ഭയം തോന്നി. ബട്ട് ആസ് ഐ ലുക്ക്ഡ് ഇൻ ടു ഹിസ് ഐസ് ഐ സോ കൈൻഡ്നെസ് ആൻഡ് ജെൻറ്റിൽനെസ്. ഹി ഈസ് വീക്ക് ആൻഡ് ഡേർട്ടി ബട്ട് ദർ ഇസ് സംതിങ് അബൌട്ട് ഹിം ദാറ്റ് ഇസ് മിസ്റ്റീരിയസ്. അപ്പോൾ ഒരു ഓൾഡ് മാൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ആൾ ഡയറിയിൽ എഴുതുകയാണ്. ആൾ കൈൻഡാണ്, ജെൻറ്റിലാണ്, അതുപോലെ തന്നെ വീക്ക് ആൻഡ് ഡേർട്ടിയാണ്. പക്ഷേ അദ്ദേഹം എന്താണ്, സംതിങ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്രിയേച്ചറായിരുന്നു. I am worried about the old man's well-being, but I don't know what to do. ആ ഒരു ഓൾഡ് മാൻ്റെ വെൽബീയിങ്ങിനെ കുറിച്ച് ഞാൻ വെറീഡാണ്, പക്ഷേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. I am concerned about what this means for our family and our community. അപ്പോൾ ഈ ഒരാൾ ഞങ്ങളുടെ ഫാമിലിക്കും അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിക്കും എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ വെറീഡാണ്. ആർ വി എക്സ്പ്ലോയിറ്റിംഗ് സമ്മൺ ഹൂ ഈസ് വൾണറബിൾ. അപ്പോൾ ആൾ സ്വയം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ എഴുതാണ്, ഈ ഒരു വൾണറബിളായിട്ടുള്ള ആളെ ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ആർ വി ഷോയിങ് കമ്പാഷൻ ആൻഡ് കൈൻഡ്നെസ്, ഇനഫായിട്ടുള്ള കമ്പാഷനും കൈൻഡ്നെസ്സും കാണിക്കുന്നുണ്ടോ? ഐ ഫീൽ ടോൺ ബിറ്റ്വീൻ മൈ ലവ് ഫോർ എലിസൻഡ ആൻഡ് മൈ കൺസേൺ ഫോർ ദ ഓൾഡ് മാൻ. ആ ഒരു എലിസൻ്റെയോടുള്ള ലവ് അല്ലെങ്കിൽ തൻ്റെ ഫാമിലിയോടുള്ള ലവ്, അതുപോലെ തന്നെ ആ ഒരു ഓൾഡ് മാനോടുള്ള കൺസേൺ, ഇതിന് നടുവിൽ ഞാൻ എന്താണ്, ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റിലാണ് ഉള്ളത്. ഐ ഹോപ്പ് വി ക്യാൻ ഫൈൻഡ് എ വേ ടു ട്രീറ്റ് ഹിം വിത്ത് ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്റ്റ്. ആ ഒരാളെ ഡിഗ്നിറ്റിയോടുകൂടിയും റെസ്പെക്റ്റോടുകൂടിയും ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം എനിക്ക് കണ്ടെത്താനാവുമെന്ന് ഞാൻ ഹോപ്പ് ചെയ്യാണ്.
ഹോപ്പിംഗ് ദാറ്റ് തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ ഫോർ ദ ഓൾഡ് മാൻ ആൻഡ് ഫോർ അസ്. അതുപോലെ തന്നെ ആ ഒരു ഓൾഡ് മാനും അതുപോലെ തന്നെ തൻ്റെ ഫാമിലിക്കും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വരും എന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. Then activity 4, examine the picture carefully. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡസ് ദ പിക്ചർ ടെൽ യു? റൈറ്റ് എ ഫ്രേസ് ഓർ സെൻറ്റൻസ് അബൌട്ട് ഇറ്റ്. ആ ഒരു പിക്ചറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഫ്രേസോ സെൻറ്റൻസോ എഴുതാനാണ്. എ ഹെൽപ്പിംഗ് ഹാൻഡ്, ബി കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് എന്ന് എഴുതാം. അതായത് ഒരു ഓൾഡ് ആയിട്ടുള്ള ആളെ ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണല്ലോ ആ ഒരു പിക്ചറിൽ പറയുന്നത്. അപ്പോൾ ഇതുപോലൊരു ക്യാപ്ഷൻ കൊടുക്കാം. നൗ റീഡ് ദ ഫോളോയിങ് ഫ്രേസസ്. ഇനി താഴെ കുറച്ച് ഫ്രേസസ് തന്നിട്ടുണ്ട്. ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ, passport to adventure, mindful moments, future is now, colors of imagination, good vibes only. Do you find these phrases interesting and why? ഈ phrases interesting ആയിട്ട് തോന്നിയോ? എന്തുകൊണ്ട്? യെസ്, ബിക്കോസ് ദീസ് phrases ആർ ഷോർട്ട്, അട്രാക്റ്റീവ് ആൻഡ് മീനിങ് ഫുൾ. കാരണം വളരെ ഷോർട്ടായിട്ട് അട്രാക്റ്റീവായിട്ട് അതുപോലെ തന്നെ മീനിങ് ഫുള്ളായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഷോർട്ടായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്രേസസാണിത്. ഇതിനെയാണ് നമ്മൾ ക്യാപ്ഷൻസ് എന്ന് വിളിക്കുന്നത്. എ ക്യാപ്ഷൻ ഇസ് എ ടൈറ്റിൽ ഓർ എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് എ പിക്ചർ, ആൻ ഇല്ലസ്ട്രേഷൻ, എ കാർട്ടൂൺ ഓർ എ പോസ്റ്റർ. അപ്പോൾ എന്താണ് ഒരു ക്യാപ്ഷൻ എന്നാണ് പറഞ്ഞത്? ഒരു പിക്ചറിൻ്റെയോ ഇല്ലസ്ട്രേഷനോ അല്ലെങ്കിൽ ഒരു കാർട്ടൂണ്, പോസ്റ്റർ, ഇതിലൊക്കെയുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻസിനെയാണ് ക്യാപ്ഷൻസ് എന്ന് പറയുന്നത്. Now write സ്യൂട്ടബിൾ ക്യാപ്ഷൻസ് ഫോർ ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്ന 3 പിക്ചേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാപ്ഷൻസ് എഴുതാനാണ്. ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ബി കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ്, പിന്നെ മദേഴ്സ് ഹാൻഡ്സ് ദ സേഫസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ്, ഒരു മദർ ആൻഡ് ചൈൽഡിൻ്റെ പിക്ചറാണ്. ദെൻ എൻജോയ് ദ ഇന്നസെൻസ് ഓഫ് ചൈൽഡ്ഹുഡ്, ആ ഒരു കുട്ടി പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കി കളിക്കുന്ന പിക്ചറാണ്. കണ്ടക്ട് എ ക്യാപ്ഷൻ റൈറ്റിംഗ് കോണ്ടെക്സ്റ്റ് ഇൻ യുവർ ക്ലാസ്. യു മേ ക്രിയേറ്റ് എ വീഡിയോ മൊണ്ടേജ് ഓഫ് the pictures and their captions to be displayed in your school. Your teacher will help you. അപ്പോൾ നിങ്ങളോടൊരു ക്യാപ്ഷൻ റൈറ്റിംഗ് കോൺടെസ്റ്റ് ഉണ്ടാക്കാനാണ്. അതുപോലെ തന്നെ ആ ഒരു ക്യാപ്ഷൻ റൈറ്റിംഗ് കോൺടെസ്റ്റിൻ്റെ വീഡിയോ കൂടെ പ്രിപ്പയർ ചെയ്യാനാണ്. മൊണ്ടേജ് എന്ന് പറഞ്ഞാൽ എ പിക്ചർ, ഫിലിം ഓർ എ പീസ് ഓഫ് മ്യൂസിക് വിച്ച് കൺസിസ്റ്റ് ഓഫ് സെവറൽ ഡിഫറെൻറ്റ് തിങ്സ് പുട്ട് ടുഗെദർ. ഈ ക്യാപ്ഷൻസിൻ്റെയൊക്കെ പിക്ചേഴ്സ്, ഓരോ പിക്ചർ അതിന് കുട്ടികൾ എഴുതിയ ക്യാപ്ഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പിക്ചർ എടുത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അതിനാണ് മൊണ്ടേജ് എന്ന് പറയുന്നത്. Then 5th question, the old man is treated differently by various characters in the story. ഈ സ്റ്റോറിയിൽ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഈ ഓൾഡ് മാനെ ഡിഫറെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് എ റിഫ്ലക്ഷൻ ഓൺ ഹ്യൂമൻ നേച്ചർ. ഈ ഓരോ ആളുകൾ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്താണ്? ഹ്യൂമൻ നേച്ചറിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബിലോ. ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ ആദ്യം ഫില്ല് ചെയ്യാനാണ്. ഇവിടെ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറിയിൽ നിന്നുള്ള ഇൻസ്റ്റൻസസ് എഴുതാനാണ്. അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടറിന് ആ ഓൾഡ് മാനോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് കൂടെ എഴുതണം. ഫസ്റ്റ് ക്യാരക്ടർ പെലായോ ആണ്. പെലായോ സ്റ്റോറിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ലോക്ക് ടു ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ്. ആ ഒരു ഓൾഡ് മാൻ ചിക്കൻ കൂപ്പിൽ ലോക്ക് ചെയ്യുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. പെലായോയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ആദ്യം കൺഫ്യൂസ്ഡ് ആയിരുന്നു, പിന്നീട് ആൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് ഫീ ഒക്കെ ഈടാക്കുന്ന രീതിയിലേക്ക് മാറി. Then Elisenda, charging fees from the visitors, considered him as a burden. ഈ 2 ഇൻസ്റ്റൻസസ് കൊടുക്കാം. ആളെന്തായിരുന്നു? സെൽഫിഷ് ആൻഡ് പ്രോഫിറ്റ് മൈൻഡഡ് ആയിരുന്നു. ആ ഒരു ഓൾഡ് മാനിൽ നിന്ന് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നാണ് എലിസണ്ട ചിന്തിച്ചത്. ദെൻ നെയ്ബർ വുമൺ ആ ഒരു ഓൾഡ് മാനെ കൺസിഡേർഡ് ഹിം ആസ് ആൻ ഏഞ്ചലായിട്ടാണ് കൺസിഡർ ചെയ്തത്. ആൾ കുറച്ച് സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു ഓൾഡ് മാനോട് ഉണ്ടായിരുന്നത്. ദെൻ ക്രൗഡ് ട്രീറ്റഡ് ഹിം ലൈക്ക് എ സർക്കസ് ആനിമൽ. സർക്കസിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു അനിമലിനെ പോലെയാണ് ക്രൗഡ് ആ ഒരു ഓൾഡ് മാനെ ട്രീറ്റ് ചെയ്തത്. അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? ക്രൂവൽ, ക്യൂരിയസ് ആൻഡ് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിരുന്നു. ദെൻ ഡോക്ടർ, ട്രീറ്റ് ചെയ്യാൻ വന്ന ഡോക്ടർ ഫൈൻസ് ഹിസ് വിങ്സ് ആസ് സ്ട്രേഞ്ച്. ആ ഒരു വിങ്സിനെ സ്ട്രേഞ്ച് ആയിട്ട് ആൾ പറയുന്നുണ്ട് സ്റ്റോറിയിൽ. ദെൻ ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? ഇൻഡിഫറൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ലാക്സ് എമ്പതി. ആ ഒരു ഓൾഡ് മാനോട് പ്രത്യേകിച്ച് ഒരു എമ്പതി ഒന്നും ഡോക്ടർക്ക് തോന്നിയിരുന്നില്ല. ദെൻ ചൈൽഡ് റിക്കവേഴ്സ് ഫ്രം ദ ഹിൽനെസ് ആഫ്റ്റർ ഹിസ് അറൈവൽ. ആ ഒരു സ്റ്റോറിയിലുള്ള ഇൻസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഓൾഡ് മാൻ്റെ അറൈവലിന് ശേഷം കുട്ടിയുടെ അസുഖം മാറിയതായിട്ട് കാണാം. ഇന്നസെൻ്റ് ആൻഡ് അഫക്റ്റഡ് ആണ്. ആ ഒരു വലിയ ആളുകളുടെ പോലെ അല്ലല്ലോ കുട്ടി, ഇന്നസെൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഇൻസിഡൻ്റ് അല്ലെങ്കിൽ ഓൾഡ് മാൻ്റെ പ്രസൻസൊക്കെ അൺഅഫക്റ്റഡ് ആണ്. കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കുട്ടി ഇന്നസെൻ്റ് ആയിട്ട് പറയാം.
Now prepare a write-up on the basis of the above table about the attitude of the society to the weak and vulnerable and the need for compassion and kindness. ഈ ഒരു ടേബിളിൻ്റെ ബേസ് ചെയ്ത് കണ്ട് ഓരോരുത്തരും എങ്ങനെയാണ് ആ ഒരു ഓൾഡ് മാൻ ട്രീറ്റ് ചെയ്തത്, സൊസൈറ്റിയിലുള്ള ആളുകൾ വീക്ക് ആൻഡ് വൾണറബിൾ ആയിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കമ്പാഷൻ്റെയും കൈൻഡ്നെസ്സിൻ്റെയും നീഡ് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ഷോർട്ടായിട്ടുള്ള റൈറ്റപ്പ് പ്രിപ്പയർ ചെയ്യാനാണ്. The old man in the story is treated in various ways by different characters, reflecting the society's attitude towards the weak and vulnerable. അപ്പോൾ ഈ സ്റ്റോറിയിലുള്ള ഓരോ ക്യാരക്ടേഴ്സും ഓൾഡ് മാനെ ഓരോ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് സൊസൈറ്റിയിലെ ആളുകളുടെ ആറ്റിറ്റ്യൂഡിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. വീക്ക് ആൻഡ് വൾണറബിൾ ആയിട്ടുള്ള ആളുകളോട് സൊസൈറ്റി എങ്ങനെ പെരുമാറുന്നു എന്നതിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യം കൂടിയാണത്. മോസ്റ്റ് ക്യാരക്ടേഴ്സ് ലൈക്ക് പെലായോ, എലിസൻഡ ആൻഡ് ദ ക്രൗഡ് സീ ദ ഓൾഡ് മാൻ ആസ് ഓപ്പർച്യൂണിറ്റി ഫോർ പ്രോഫിറ്റ് റാദർ ദാൻ ബീയിങ് എ വർത്തി ഓഫ് കെയർ ആൻഡ് റെസ്പെക്റ്റ്. അപ്പോൾ സ്റ്റോറിയിലുള്ള മോസ്റ്റ് ഓഫ് ദി ക്യാരക്ടേഴ്സ് ഈ ഒരു ഓൾഡ് മാനെ പൈസ ഉണ്ടാക്കാനുള്ള അതിൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റായിട്ടാണ് കണക്കാക്കുന്നത്, അല്ലാതെ ആൾക്ക് കെയറോ റെസ്പെക്റ്റോ ഒന്നും കൊടുക്കുന്നില്ല. ദ നെയ്ബർ വുമൺ ആൻഡ് ദ ഡോക്ടർ ട്രീറ്റ് ഹിം മോർ ആസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ക്യൂരിയോസിറ്റി ദാൻ എ പേഴ്സൺ. ഇനി നെയ്ബർ വുമണും അതുപോലെ തന്നെ ഡോക്ടറിനെയും കൺസിഡർ ചെയ്യണേ അവരെന്താണ് ഒരു ക്യൂരിയോസിറ്റി ഉളവാക്കുന്ന ഒരു ഒബ്ജക്റ്റായിട്ടാണ് ആളെ കണക്കാക്കുന്നത്. ഒരിക്കലും ഒരു വ്യക്തി, ഒരു പേഴ്സൺ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി പോലും ആ ഒരു ഓൾഡ് മാന് നൽകുന്നില്ല. Only the child remains innocent and untouched by the cruelty of the adults. കൂട്ടത്തിലൊരു കുട്ടി മാത്രമാണ് ഇന്നസെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു അഡൾട്ട് വേൾഡിൻ്റെ ക്രൂവൽറ്റീസ് ഒന്നും ചെയ്യാതെ ഇന്നസെൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു കുട്ടി മാത്രമാണ്. This reflects how often society fails to show compassion to those who are ഡിഫറെൻ്റ് ഓർ ഹെൽപ്ലെസ്. ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ബിഹേവിയർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഹെൽപ്പ് ആവശ്യമുള്ള ആളുകളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സൊസൈറ്റി ഫെയിൽസ് ടു ഷോ കമ്പാഷൻ എന്നാണ് പറഞ്ഞത്. ആ ഒരു ഇത്തരത്തിലുള്ള ആളുകളോട് കമ്പാഷൻ കാണിക്കാൻ സൊസൈറ്റി ഫെയിൽ ആവുന്നു എന്നതിനെയാണ് ഈ ഒരു ക്യാരക്ടേഴ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് റിമൈൻസ് അസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൈൻഡ്നെസ്, എമ്പതി ആൻഡ് സ്റ്റാൻഡിങ് അപ്പ് ഫോർ ദ ഡിഗ്നിറ്റി ഓഫ് ദ അതേഴ്സ്, എസ്പെഷ്യലി ദ വൾണറബിൾ. അപ്പോൾ ഈ ഒരു സ്റ്റോറി റിമൈൻ ചെയ്യുന്ന കാര്യം എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻസ് ഓഫ് കൈൻഡ്നെസ്, എമ്പതി, കൈൻഡ്നെസ്സിൻ്റെയും എമ്പതിയുടെയും ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ഡിഗ്നിറ്റിക്ക് വേണ്ടിയിട്ട്, എസ്പെഷ്യലി വൾണറബിൾ ആയിട്ടുള്ള ആളുകളുടെ ഡിഗ്നിറ്റിക്ക് വേണ്ടി നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്യണം, എപ്പോഴും അവരുടെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്നുള്ളൊരു തീമും കൂടെ ഈ ഒരു സ്റ്റോറി റിഫ്ലക്റ്റ് ചെയ്യുന്നു. ദെൻ ഫൈനൽ ആക്ടിവിറ്റിയാണ് റീഡ് ദിസ് കോൺവെർസേഷൻ ബിറ്റ്വീൻ അൻ ഏജ്ഡ് മദർ ആൻഡ് ഹെർ കെയർ ഗീവർ ഇൻ എൻ ഓൾഡ് ഏജ് ഹോം. അപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഒരു കെയർ ഗീവറും അതുപോലെ തന്നെ അവിടെയുള്ള ഓൾഡ് ആയിട്ടുള്ളൊരു മദറിനെ തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഋതു ആണ് കെയർ ഗീവർ. ഗുഡ് മോർണിംഗ് സുധ ആൻറ്റി, ഹൗ ആർ യു ടുഡേ? മിസ് സുധ, ഒരു സായോടുകൂടി പറയാണ്, ഒരു നെടുവീർപ്പോടുകൂടി പറയാണ്, ജസ്റ്റ് അനേതർ ഡേ ഡിയർ, അനേതർ ഡേ വിത്തൗട്ട് മൈ ഫാമിലി, എൻ്റെ ഫാമിലി ഇല്ലാതെ ഒറ്റയ്ക്കായിട്ടുള്ള മറ്റൊരു ദിവസം. ഋതു, ഐ ആം സോ സോറി ആൻറ്റി, ഐ നോ ഇറ്റ്സ് ഹാർഡ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവും, ഐ നോ ഇറ്റ്സ് ഹാർഡ്, എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ക്യാൻ യു ടെൽ മീ മോർ അബൌട്ട് വാട്ട്സ് ഓൺ യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാമോ? മിസ് സുധ, യു നോ ദേ ബ്രോട്ട് മീ ഹിയർ ആൻഡ് ലെഫ്റ്റ്. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി ഡിയർ, മൈ ചിൽഡ്രൻ ടോൾഡ് മീ ദാറ്റ് ദേ കുഡ്ന്റ് ടേക്ക് കെയർ ഓഫ് മീ എനിമോർ. എൻ്റെ കുട്ടികൾ എന്താണ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയി, അവർക്ക് എന്നെ കെയർ ചെയ്യാൻ, എന്നെ നോക്കാൻ ഇനി കഴിയില്ല എന്നവർ പറഞ്ഞു. ഋതു, ആൻറ്റി, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്, നിങ്ങളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുമെന്ന് പറയാണ്. Miss Sudha, understand? No, nobody understand me. I sacrificed my life for my kids and here I am all alone. ഇല്ല, എൻ്റെ ഫീലിങ്സ് എന്താണ് ആർക്കും മനസ്സിലാവില്ല. ഞാൻ എൻ്റെ എൻറ്റയർ ലൈഫ് എൻ്റെ കുട്ടികൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു, എന്നിട്ട് ഇപ്പം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട അവസ്ഥയാണെന്ന് പറയാണ് ഋതു. ഹോ, ഐ നോ യു ആർ സഫറിങ് ആൻറ്റി, ബട്ട് യു ആർ ലവ്ഡ് ആൻഡ് വാല്യൂഡ് ഹിയർ. കൺസിഡർ ആസ് യുവർ ന്യൂ ഫാമിലി. നിങ്ങളെന്താണ് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷേ ഇവിടെയുള്ള ആളുകൾ എന്താണ് നിങ്ങളെ ലവ് ചെയ്യുന്നുണ്ട്, വാല്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒരു പുതിയ ഫാമിലി ആയിട്ട് ഞങ്ങളെയൊക്കെ കൺസിഡർ ചെയ്യണമെന്ന് പറയണം. ഡു യു റിയലി കെയർ? യു ആർ ജസ്റ്റ് ഡൂയിങ് യുവർ ജോബ്, ആറിൻ്റു. അപ്പോൾ മിസ് സുധ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ശരിക്കും കെയർ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക അല്ലേ, എന്നെ നിങ്ങളുടെ ഒരു ഹോൾ ഹാർട്ടഡായിട്ട് കെയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഋതു. നോ ആൻറ്റി, വി ആർ ഹിയർ ടു ലവ് യു ആൻഡ് ടു ലിസൺ യുവർ സ്റ്റോറീസ് ആൻഡ് എക്സ്പീരിയൻസസ്. യു വിൽ നെവർ ബി അലോൺ അഗെയിൻ.
നെവർ, ഇല്ല ഒരിക്കലും. മിയർ ജോബായിട്ടല്ല ഞങ്ങളിത് ചെയ്യുന്നത്. നിങ്ങളെ ലവ് ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനും എക്സ്പീരിയൻസസ് ഒക്കെ കേൾക്കാനും എപ്പോഴും ഞങ്ങൾ ഉണ്ടാവും. യു വിൽ നെവർ ബി അലോൺ അഗെയിൻ. ഇനി ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കാവില്ല എന്ന് പറയാണ്. This conversation highlights the emotional state of elderly individuals who may feel that there is nothing left in life. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ പറയുന്ന കാര്യം എന്താണ്? കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റാണ്. അവർക്ക് ഇനി ആരുമില്ല ലൈഫിൽ, ഒന്നും ബാക്കിയില്ല എന്നുള്ള അവരുടെ ഒരു ഫീലിങ്സൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺവെർസേഷനാണ്. ഇറ്റ് ആൾസോ അണ്ടർസ്കോർസ് ദ റേസിംഗ് നീഡ് ഓഫ് എംപത്തറ്റിക് കെയർ ഗിവേഴ്സ്. അതുപോലെ തന്നെ ഈ കെയർ ഗിവേഴ്സിൻ്റെ ഒരു നീഡിനെ കുറിച്ചുകൂടെ അത് പറയുന്നുണ്ട്. Prepare a short script for a skit to be performed in your class based on the above conversation. അപ്പോൾ ഈ കോൺവെർസേഷൻ ബേസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ സ്കിറ്റിനുള്ള സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ആദ്യം ടൈറ്റിൽ, എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം നിങ്ങളുടെ സ്കിറ്റിന്. യു ആർ നോട്ട് അലോൺ. ദെൻ ക്യാരക്ടേഴ്സിനെ ലിസ്റ്റ് ചെയ്യാം. ഇവിടെ 2 ക്യാരക്ടേഴ്സാണ്. റിതു ഇസ് എ കെയർ ഗിവർ. ദെൻ മിസ് സുധയാണ് ആ ഒരു എൽഡർലി വുമൺ. ദെൻ സീൻ, അതിൻ്റെ ഒരു സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ആൻ ഓൾഡ് ഏജ് ഹോം. മിസ് സുധ ഈസ് സിറ്റിംഗ് അലോൺ ഓൺ എ ബെഞ്ച്. റിതു വാക്സ് ഇൻ വിത്ത് എ സ്മൈൽ. അപ്പോൾ സുധ ഒരു ബെഞ്ചിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അവിടേക്ക് റിതു നടന്നു വരുന്നതായിട്ടുള്ളൊരു സീൻ കൊടുക്കാം. ഇനി അവർ തമ്മിലുള്ള കോൺവെർസേഷൻ. റിതു: ഗുഡ് മോർണിംഗ് സുധ ആൻറ്റി, ഹൗ ആർ യു ടുഡേ? മിസ് സുധ: ജസ്റ്റ് അനേതർ ഡേ ഡിയർ, അനേതർ ഡേ വിതൗട്ട് മൈ ഫാമിലി. റിതു: ഐ എം സോ സോറി ആൻറ്റി, ഐ നോ ഇറ്റ്സ് ഹാർഡ്, ക്യാൻ ഐ ഹെൽപ്പ് യു സംഹൗ? ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ചോദിക്കണം. ആ ഒരു കോൺവെർസേഷനിലുള്ള കാര്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. മിസ് സുധ: ദേ ബ്രോട്ട് മീ ഹിയർ ആൻഡ് ലെഫ്റ്റ് മൈ ഓൺ ചിൽഡ്രൻ. ദേ സെഡ് ദേ കുഡൻറ്റ് ടേക്ക് കെയർ ഓഫ് മീ എനിമോർ. ആഫ്റ്റർ ഓൾ ഐ ഡിഡ് ഫോർ ദം. ഞാൻ അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷെ അവരെന്താണ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയി, എന്നെ ഇനി നോക്കാൻ വയ്യ എന്ന് പറഞ്ഞു. ദെൻ റിതു സിറ്റ്സ് ബിസൈഡ് ഹെർ. ആ ഒരു സുധ മാഡത്തിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് ആൻറ്റി, യു ഗേവ് ദം എവറിത്തിങ്. മിസ് സുധ: നോബഡി അണ്ടർസ്റ്റാൻഡ്, ഐ ഫീൽ ലൈക്ക് ഐ ഡോണ്ട് മാറ്റർ എനിമോർ. റിതു: യു ആർ ലവ്ഡ് ഹിയർ, വി കെയർ അബൌട്ട് യു, തിങ്ക് ഓഫ് us as your new family. Miss Sudha: do you really care, or are you just saying that it because it's your job? Ritu holds her hand. ആ ഒരു കൈകൾ പിടിച്ചുകൊണ്ട് പറയണം, ഐ റിയലി കെയർ, ഐ എം ഹിയർ നോട്ട് just to work but to listen, to be with you, and you will never be alone again. Miss Sudha, tears in her eyes. തൻ്റെ കണ്ണിൽ കണ്ണുനീരുമായിട്ട് അവൾ പറയാണ്, താങ്ക് യു ഡിയർ, ഐ നീഡഡ് ടു ഹിയർ ദാറ്റ്. റിതു: യു ആർ വെൽക്കം ആൻറ്റി, ലെറ്റ്സ് ഗോ ആൻഡ് എൻജോയ് സം ടീ ടുഗെദർ. നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഒരു ടീ എൻജോയ് ചെയ്യാമെന്ന് പറയാണ്. ദേ വാക്ക് ഓഫ് സ്ലോലി സ്മൈലിങ്. അങ്ങനെ ആ ഒരു സീനിൽ നിന്ന് രണ്ടുപേരും പതിയെ നടന്നു പോകുന്നു. ഇങ്ങനെ ഒരു സ്കിറ്റിനെ എൻഡ് ചെയ്യാം. സോ ഈ ഒരു ചാപ്റ്ററിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് 2 വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു ആർ ഫൈൻ വിത്ത് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. കീപ്പ് വാച്ചിങ് ആൻഡ് താങ്ക് യു ഓൾ.